എത്ര പെട്ടെന്നാലേ നോമ്പ് അഞ്ചായത്. അങ്ങനെ നമ്മളും വെക്കാണ് കേട്ടോ നോമ്പ് തുറ. നമ്മൾ പെട്ടെന്ന് തന്നെ ആക്കിയതാണ്. ഇനി അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയാൽ ഓരോരുത്തർക്കും ഓരോരു പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഷോപ്പിലെത്തി അവിടുന്ന് പോവാന്നുള്ള തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്കിൽ നമ്മൾ കണ്ണിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നതന്നെ കേട്ടോ, വെറുതെ ഒരു ഷോന്. പോവാൻ സമയമാവാത്തതുകൊണ്ട് നമ്മൾ അവിടെ കുത്തനിങ്ങനെ കഥ പറഞ്ഞേ. പിന്നെ അധികം പറഞ്ഞിരുന്ന സമയം പോകുന്ന തീരുന്നുണ്ട്. പിന്നെ നമ്മൾ 5:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ആക്റ്റീവ് പ്ലാന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് തിരിയുന്നത് നമ്മുടെ പോസ്റ്റർ ഒട്ടിക്കാൻ സെലോ ടൈപ്പ് എടുത്തിട്ടില്ല. അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോമ്പ് തുറക്കാൻ ആകെ എത്രയോ 20 മിനിറ്റ് അങ്ങനെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ പോസ്റ്ററൊക്കെ പിന്നെ അവിടെ എത്തിയിട്ട് ഒട്ടിക്കാന്നുള്ളതിൻ്റെ അകത്ത് വിചാരിച്ചേ. പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് സെലോ ടൈപ്പൊക്കെ സെറ്റാക്കി നേരെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണേ. നോമ്പ് തുറക്കാനുള്ള ആംബിയൻസ് ഒക്കെ സെറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ, അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടതാണ് ഇങ്ങനെ നോമ്പ് തുറേൻ്റെ സെറ്റുള്ള. അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. കുറച്ച് നടന്ന് നല്ല ക്ഷീണുണ്ട്. നെയിം ബോർഡൊക്കെ കൊണ്ടുപോയാൽ പിന്നെ നമ്മൾ അത് വെച്ചിട്ടില്ലേ നമുക്കൊരു മോശമാണല്ലോ. കഷ്ടപ്പെട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുത്തതാണല്ലോ, അത് വെച്ചിട്ട് മതി നോമ്പ് തുറക്കലെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു. നോമ്പ് തുറക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, പൊരികളുണ്ട്, പിന്നെ 3 തരം ജ്യൂസ് ഉണ്ട്, പിന്നെ തരി ഉണ്ട്, എല്ലാം അടിപൊളിയായിരുന്നു. ഉന്നക്കായ ഉണ്ട്, കട്ട്ലേറ്റ്, അങ്ങനെ 5ാമത്തെ നോമ്പ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം കൂടിയിട്ട്. അത് വേറെ തന്നെ വൈബാണ്. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട, നേരെ ആക്റ്റീവ് പ്ലാന്റിലേക്ക് വിട്ടോളിട്ടാ. സെറ്റാണ്, എല്ലാവർക്കും ആംബിയൻസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെങ്കിൽ മുന്തിരി ഒരു ഗുണവും ഒരു ടിഷ്യൂ വെക്കായിരുന്നു, ഞാൻ ഇതിലാ തുടക്കുന്നത്. റീവു പറയും ഞാൻ ആകെ ഉന്നക്കായ തിന്നിക്കുള്ളൂ, ഉന്നക്കായ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇതൊന്നും ഞാൻ തിന്നലില്ല, അതുകൊണ്ട് എനിക്ക് പറയാനായിരുന്നു. നോമ്പുള്ളവർക്ക് ക്ഷീണം തിരിയും, നോമ്പില്ലാത്തവർക്ക് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് തിരിയായിട്ടല്ല, അല്ല നോമ്പില്ലാത്തോണ്ടല്ല, എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. റിയാസെ കർമൂസ പിന്നെ ഞാൻ ഇന്നലെ ചക്കാന്ന് ചോദിച്ചേ. നോമ്പ് എല്ലാരും നല്ല പോലെ കഴിച്ചിട്ടുണ്ട്, ജ്യൂസും കുടിച്ച് തിന്നുകയും ചെയ്ത്. ഇനി നമ്മുടെ പരിപാടി ഫുഡ്. പക്ഷെ നമ്മളിപ്പം കഴിക്കാനായിക്കില്ല, ഈ തിന്നൊന്ന് താണോട്ടെ, എന്നിട്ട് നമ്മളെന്താ ഗൈസ്. ഓൾറെഡി ഞാനൊരു വീഡിയോഗ്രാഫറെ വെച്ചതാ. ആര് പറഞ്ഞു? വേറൊരു വീഡിയോഗ്രാഫർ. അങ്ങനൊന്നില്ലല്ലോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി അല്ല ഫുഡല്ല, നോമ്പ് തുറന്നിട്ടുള്ള ഫുഡ് കഴിച്ച് ഇനി നിസ്കരിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഓക്കെ ബൈ. നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്, അടിപൊളിയാണ്, നല്ല വൃത്തി, നല്ല സൗകര്യമുള്ള നിസ്കാര റൂമാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കുറച്ച് സമയമായിട്ടോ നമുക്കുള്ളൂ. ഇനി നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. എടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ളൊരു സെക്യൂരിറ്റി ചേച്ചി ചോദിക്കാം, നിങ്ങൾക്ക് ഇത് യൂട്യൂബിലിടാനാണോ എന്നൊക്കെ ചോദിക്കാൻ. ഞങ്ങളിടാ നമ്മളെ ഗേറ്റ് തുറന്നിരുന്ന ആള് വരാന്നിട്ട്. നിങ്ങളെ പേരെന്നാ? നിങ്ങളുടെ സ്ഥലം? ഇവിടെ തന്നെ. ഒരു ഹായ് പറഞ്ഞേ നിങ്ങൾ ഞങ്ങളെ വീഡിയോയിൽ. ചേച്ചി അടിപൊളിയാന്നുള്ള ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ എത്തിക്കുമ്പോൾ എനിക്കറിയുന്ന ഒരു കുട്ടി അവിടെ നേരെ, പിന്നെ കുട്ടിയെ കണ്ട് നമുക്കൊന്ന് എടുക്കണമല്ലോ, പിന്നെ എടുത്ത് അവൾക്ക് എന്നാ മനസ്സിലായിക്കില്ല, അതുകൊണ്ട് നേരെ വിളിച്ചു. ഗൈസ് നമ്മുടെ ഫുഡിൽ നിന്ന് എന്തെല്ലാം ഗൈസ്, മന്തി ഉണ്ട്, അൽഫാം ഉണ്ട്, കപ്പ ഉണ്ട്, ഇടിയപ്പുണ്ട്, ടയർ വത്തിലായിരിക്കാം. നല്ല തേങ്ങാപ്പാല് പിഴിഞ്ഞ ടയർ വത്തിലാണ് ഗൈസ്, തേങ്ങാപ്പാല്. അതിന്റെ ഇടയിൽ കൂടെ അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ എന്തെല്ലോ ചോദിക്കുന്നുണ്ട് കേട്ടാ.
അവർക്ക് മലയാളം അറിഞ്ഞൂടാല്ലോ, എന്നാലും എന്തെല്ലോ പറയുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ എടുത്ത് നേരെ ഇരുന്ന് മന്തി അടിപൊളിയാണ്, ഞാൻ മന്തിയാണ് കഴിച്ചത്. പിന്നെ അവിടെ എന്തോ കാര്യമായിട്ട് എന്തെല്ലോ സംസാരിക്കുന്നുണ്ട്, എന്തോ ഗിവ് അവേൻ്റെ കൊടുത്തിട്ടില്ല, അതിൻ്റെ എന്തെല്ലോ സംസാരിക്കുന്നതാണ്. അവിടുന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞു, അവിടെ ഇരിക്കുന്നതാണെങ്കിൽ കഥ പറയാനാ നേരം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് ഞാനും എണീച്ച്. പിന്നെ നമ്മൾ ആഫ്രിക്കക്കാരുടെ ഡാൻസ് ഒന്നും കാണലുണ്ടാവില്ല. അങ്ങനെയാണ് അവൻ ഈ പൂത്ത് നിൽക്കുന്ന കടലാസ് ചെടി കണ്ടത്. നല്ല രസമുണ്ടായി, എന്ത് രസമാണ് കാണാനെന്നാണ്. അങ്ങനെ ഇന്ന് എൻ്റെ ഒരു വലിയൊരു വ്ളോഗ്, ആദ്യമായിട്ട് ഇന്നൊരു വ്ളോഗ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മണ്ടത്തരങ്ങളെല്ലാം അങ്ങോട്ടേ എന്നിട്ട് നമുക്ക് ഇമ്മ കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആഫ്രിക്കക്കാരുടെ ഡാൻസ് എല്ലാം ഉണ്ട്, അത് പോയി കാണും. സീന് ഡാൻസ് ആയിക്കോലെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഗെയിം ആക്കാൻ വിചാരിച്ചു. ഇവിടെ ഇലക്ട്രിക് ഒന്നും ഓപ്പൺ അല്ല, പക്ഷെങ്കിൽ ഇത് ഇലക്ട്രിക് അല്ലാത്തതുകൊണ്ട് ഈ കയറാന്ന് പറഞ്ഞു. കുറച്ചുണ്ട് കയറിയിട്ട് ഇങ്ങനെ പോകണം, എന്നാലും ശ്രമിച്ചു നോക്കാം. ഫുഡ് മന്തി പള്ളയെ തന്നെ ഉണ്ട്, എന്താവും അറിയില്ല. ആൾ ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാരി കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ പരിപാടി കഴിഞ്ഞു. ആഫ്രിക്കക്കാരുടെ പരിപാടി ഞാൻ ഇന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ല. അല്ല കഴിഞ്ഞെന്ന് പറഞ്ഞേ. പക്ഷെ 30 പോയിട്ട് നമ്മൾ ആകെ 2-3 റൈഡല്ലേ നമ്മള് കാര്യക്കുള്ളൂ. നമുക്ക് കാര്യം പറ്റുന്ന ആകെ എടാ അത് പക്ഷെങ്കിൽ അതൊരു റൈഡായിട്ട് പറയാൻ പറ്റുമോ? നമ്മളെ കാല് റൈഡ് കുഴപ്പമില്ല, അത്യാവശ്യം രസമുണ്ട്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആക്റ്റീവ് പ്ലാനറ്റിലാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ നോമ്പുതറ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. നമ്മൾ ക്രാഫ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് കണ്ടക്ട് ചെയ്തതാണ്. മാഷാഅല്ലാ അടിപൊളി നോമ്പ്. റൈഡുകാരി ആടുന്ന് കുറച്ച് സമയം അങ്ങ് പോയി. പിന്നെ നമുക്ക് ആഫ്രിക്കക്കാരുടെ ഡാൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ദിവസം ഇവിടെ ഒന്ന് വരാം. ഇനി ഒന്നുകൂടി നോമ്പ് തുറക്കാൻ എന്തായാലും ഇവിടത്തേക്ക് തന്നെ വരാം. ചെറിയ ചെറിയ പ്രൊമോഷൻ. അങ്ങനെ നമ്മുടെ ഇഫ്താർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു, നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ആക്റ്റീവ് പ്ലാന്റിൽ ഇത്ര അടിപൊളിയായിട്ട് തിരിച്ചു പോകാൻ അടിപൊളിയായിരുന്നു. അതേപോലെ എൻജോയ് ചെയ്തു, എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇവിടെ ആംബിയൻസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും കിടിലായിരുന്നു. അപ്പൊ ഇൻഷാല്ലാ ഇതുപോലെ ഓരോരുത്തരും കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇഫ്താർ അടിപൊളിയാക്കണമെങ്കിൽ എല്ലാവരും ആക്റ്റീവ് പ്ലാന്റിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. സെറ്റ് ആക്കാം, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും ഇങ്ങ് പോകുന്നു.